കലോത്സവത്തിൻ നഗരിയിൽ നമ്മുടെ കൈരളി ന്യൂസ് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കലക്കം തൃശ്ശൂരിൻ്റെ സ്റ്റുഡിയോയിലേക്ക് എത്തുമ്പോൾ നേരത്തെ നമ്മൾക്ക് വേണ്ടി പെർഫോം ചെയ്ത ദീപ്തക്കുട്ടിയുണ്ട്. ദീപ്തക്കുട്ടിയുടെ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോയിട്ടില്ല. മോളെ ഗുഡ് മോർണിംഗ്. കോഴിക്കോട് നിന്നാണ് ആള്. ഇന്ന് നേരത്തെ നമ്മൾ ഒന്നാം വേദിയിൽ നിന്ന് കണ്ട ആ പ്രകടനവും സെന്റ് മൈക്കിൾസ് സ്കൂളിലെ വിദ്യാർത്ഥികളുടേതായിരുന്നു. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ കോഴിക്കോട് സിൽവർ ഹിൽസ് സ്കൂളിലാണ് പഠിക്കുന്നത്. സിൽവർ ഹിൽസിൽ. ഓക്കെ. വയലിനായിരുന്നു ഐറ്റം. അതെ. വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് വായിക്കാൻ അറിയോ? ഏതെങ്കിലും പെർഫോമൻസ് ഉണ്ടായിരുന്നോ ഇവിടെ? ഞാൻ വെസ്റ്റേൺ വയലിനിൽ 4ാം ക്ലാസ് മുതൽ പരിശീലിക്കുന്നുണ്ട്. ആൻഡ് 8ാം ക്ലാസ് മുതൽ ഞാൻ എല്ലാ കൊല്ലം 4 കൊല്ലം സ്റ്റേറ്റിൽ വെസ്റ്റേൺ വയലിനിൽ എ ഗ്രേഡ് കിട്ടാറുണ്ട്. ഞാൻ ഇതിനൊപ്പം ഓർക്കസ്ട്രയിൽ മത്സരിക്കുന്നുണ്ട്. ഈ കൊല്ലം ഇംഗ്ലീഷ് റെസിറ്റേഷന് മത്സരിച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്ട് വരെ ഇംഗ്ലീഷ് പ്രസംഗവും ഉണ്ടായിരുന്നു. അപ്പോൾ സർവകലാ വല്ലഭയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എന്താണ് പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ തൃശ്ശൂരിലാണല്ലോ ഉള്ളത്. അപ്പോൾ കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ എന്ന പാട്ട്. കണ്ടിട്ടുണ്ടോ തൃശ്ശൂർ പൂരം? ഇല്ല, ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പൊ അടുത്ത കൊല്ലം വരില്ലേ തൃശ്ശൂരില്? കലോത്സവത്തിന് തൃശ്ശൂരിൽ വന്നിട്ട് ആദ്യമായിട്ടാണോ തൃശ്ശൂർ വരുന്നത്? തൃശ്ശൂർ ഇതിനു മുമ്പ് വെറുതെ ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കലോത്സവത്തിനായിട്ട് ആദ്യമായിട്ടാണ്. അപ്പൊ വളരെ പെട്ടെന്ന് ചെറിയൊരു പെർഫോമൻസ് കൂടി ആയാലോ? ഏതെങ്കിലും ഫിലിം സോങ് വായിക്കോ? ഒരു പഴയ പാട്ടില്ലേ, മോഹം കൊണ്ട് ഞാൻ എന്നുള്ള മോഹം കൊണ്ട് ഞാൻ. ഓക്കെ, വായിച്ചോളൂ. ദീപ്തമോളെ ഇത് വായിക്കുന്ന സമയത്ത് ഞാൻ അവളുടെ ഫേസിലേക്ക് നോക്കുകയായിരുന്നു. അവളുടെ ഫേസിലെ എക്സ്പ്രഷനാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത്ര സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഹൃദയത്തോടെ എടുത്ത് വായിക്കുകയാണ്. ഒരമ്മ കുഞ്ഞിനെ കയ്യിലെടുത്ത് കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് വയലിലേക്ക് ശ്രദ്ധിക്കുന്നത്. അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ സംഗീതം? എനിക്ക് വയലിൻ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. ഞാൻ 2-3 കൊല്ലങ്ങളായിട്ട് പരിപാടികൾ ചെയ്യാറുണ്ട് വയലിനിൽ. ഒരു ബാൻഡിലുണ്ട്, കേരളയിലെ ഫസ്റ്റ് ഓൾ ഗേൾസ് മ്യൂസിക് ബാൻഡിലുണ്ട് ഞാൻ. അതേപോലെ റീസെന്റ് ഈ കൊല്ലം ജാനുവരി 1 തിരുപ്പതിയിൽ ഒരു പാൻ ഇന്ത്യ ബാൻഡിന്റെ കൂടെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി അടിപൊളി. അപ്പൊ പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് നമുക്ക് ഗുഡ് മോർണിംഗ് കേരളത്തിൽ കലക്കം തൃശ്ശൂരിൽ അതിഥിയായി എത്തിയിട്ടുള്ളത്. താങ്ക് യു ദീപ്തമോളെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഏതായാലും വയലിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടാകും. അത് എ ഗ്രേഡ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. വയലിന്റെ വരുന്നാണല്ലോ. ഇന്നലെ ഇംഗ്ലീഷ് റെസിറ്റേഷൻ കഴിഞ്ഞിരുന്നു, അതിന് എ ഗ്രേഡ് ഉണ്ട്. എ ഗ്രേഡ് ഉണ്ട്. അപ്പോൾ ഇനി പങ്കെടുക്കാനിരിക്കുന്ന എല്ലാ ഐറ്റംസിനും എ ഗ്രേഡ് ഉണ്ടാകട്ടെ. ഹൈസ്കൂൾ വിഭാഗത്തിലെ മത്സരം അവസാനത്തെ മത്സരമായിരിക്കും ഈ വർഷം. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നമുക്ക് അടുത്ത വർഷം കാണാം അല്ലേ? ഞാനിപ്പോൾ +1 +1 അപ്പോൾ +2 ഒരു വർഷം കൂടെ ഉണ്ട് നമുക്ക് സ്കൂൾ കലോത്സവത്തിൽ. ഓക്കെ, അപ്പോൾ ദീപ്തമോളാണ് നമ്മൾക്ക് വേണ്ടി പെർഫോം ചെയ്തത്.